ആഘോഷമൊക്കെ കാണുമ്പോ നബിദിനം ആഘോഷമാണ്, ആഘോഷം. പക്ഷെ അതിരുവിടുന്നത് അപകടമാണ്. വലിയ ബോക്സുകളൊക്കെ കെട്ടിവെച്ച് കാതടപ്പിക്കുന്ന സംഗീതവും അള്ളാന്റെ റസൂലെ വിരോധിച്ച ഡാൻസുകളുമായി ഈ സമുദായം ഇങ്ങനെ ചെറുപ്പക്കാരുടെ ഒരുമാതിരി ലെവല് കെട്ട ആഘോഷമായി നബിദിന റാലികൾ മാറി എന്നത് വളരെ വളരെ ബോധത്തോടു കൂടി ഞാൻ പറയാണ്. ഇതിന് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഒരു റാലി എന്ന് പറയുന്ന മദ്രസ കുട്ടികൾ പോയി, നാട്ടിലെ മുതിർന്നവർ പങ്കെടുത്തു. അവർ പോയ വഴിയിൽ അഷ്റക്കൽ ബദറു പാടി, നബി സലാം അലൈക്കും പാടി, അവര് നല്ല ശബ്ദത്തിൽ ബുറുദ പാടി അള്ളാഹ് റസൂലിനെ പ്രകീർത്തിച്ചു. പോണ വഴിയിൽ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു, ദുആ ചെയ്തു തിരിച്ചു വന്നു. ഇതാണ് നബിദിന റാലി. അല്ലാതെ ഈ കാണിക്കുന്ന ലോറികൾ വാടകയ്ക്കെടുത്ത് നിർബന്ധമായ പിരിവ് നടത്തി 1000 വാട്ട്സ് 2000 വാട്ട്സ് സംഗീതം അടിച്ചു മുടക്കി കോൽക്കളി എന്നുള്ള പേരിൽ പൃഷ്ടമിട്ടാട്ടിയിട്ടുള്ള ഈ ആഭാസം അത് അല്ലാഹുവിന്റെ റസൂൽ റൗളയിൽ കിടന്ന് പൊറുക്കുകയില്ല എന്ന് ഈ സമൂഹത്തിന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നോട് സ്നേഹമുള്ളവരുണ്ടാവാം, ഇതിൽ മറ്റുള്ളവരുണ്ടാവാം. എന്നെ സംബന്ധിച്ചോളം ഇതൊരു വിഷയമേ അല്ല. ഇതൊന്നും ഓർത്തിട്ട് ഞാൻ പറയുന്നല്ല. ഇന്നലെ രാത്രി ആയൂര് വഴി വന്നപ്പോ ആയൂര് ജംഗ്ഷനിൽ കിടന്നിട്ട് കളിക്കാൻ അത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായം നബിദിനത്തിന്റെ പേരിൽ പച്ച തുണിയെടുത്തിട്ട് തലയിൽ കെട്ടി, വണ്ടിയുടെ ലൈറ്റ് മുഴുവനും പച്ചത്തടി കൊണ്ട് മൂടിക്കെട്ടി, അവസാനം ഒരു പച്ച കൈരുമുണ്ടെടുത്ത് ഒരു പച്ച ഷർട്ടും ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് മടിക്കുത്ത് കെട്ടിയിട്ട് കാണിക്കുന്ന ആഭാസം കാണിച്ചപ്പോ മറ്റ് സമുദായത്തിന്റെ മുമ്പിൽ നമ്മുടെ സമുദായത്തിന്റെ മുഖം വികൃതമാക്കുന്നത് ഇത്ര ആഭാസകരമായി മഹല്ലുകൾ ഇതിനെതിരെ ജാഗരൂകരാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നബിദിനാഘോഷം മഹല്ലടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണം. മഹല്ലിന് ചില ബാധ്യതകളുണ്ട്. മഹല്ല് കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്, ഇമാമിന് ബാധ്യതയുണ്ട്. ബോധവൽക്കരണം നടത്തി ഇമാമും മഹല്ല് കമ്മിറ്റിയും കൂടെ യോജിച്ച് മഹല്ലിന്റെ കീഴിൽ സുസ്ഥിരമായി ഇന്ന് ചെറുപ്പക്കാർക്ക് കൂത്താടാനുള്ള ശ്രീകൃഷ്ണ ജയന്തി നടത്തിയാൽ, ക്രിസ്മസ് നടത്തിയാൽ, പിന്നെ ഞങ്ങൾക്ക് അതുപോലെ കെട്ടിയെഴുന്നള്ളിക്കാനുള്ള ഒരു ആഘോഷത്തിന്റെ അവസരമാണിത് എന്ന് നമ്മുടെ ചെറുപ്പക്കാർ അറിവിന്റെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവമായ വൈകൃതം കൊണ്ടോ തിരിച്ചു പോകുന്നത് ഇത് വളരെ അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ പൊറുക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിലിതുണ്ട്, പക്ഷെ പൂച്ചയ്ക്കാരും മണി കെട്ടു എന്നുള്ളതാണ് വിഷയം. ഇത് പറഞ്ഞാൽ ഇനിയിപ്പോ എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ള എനിക്ക് ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ വർഷം ഞാനിവിടെ വകല് കഴിഞ്ഞ് പോയപ്പോ പിറ്റേ ദിവസം വലിയ ചർച്ച, കബീർ വാക്ക് 1 ലക്ഷം രൂപ ഇവിടെ പിടിച്ചു മേടിച്ചു. ആരോടെ? സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് കബീർ വാക്കയ്ക്ക് ഒരു ദിവസം ബസ്സയും 1 ലക്ഷം രൂപയാണെന്നാണ് ഇവിടെ പിന്നീട് വലിയ പ്രചാരമായി നേടി. ചിലര് പറഞ്ഞ 50,000. എന്തുവാവട്ടെ. ഇനി അള്ളാഹുടെ ഒരു വലിയ തൗഫീഖ് എന്ന് അറിയോ, ഈ ആളുകൾ പറഞ്ഞു ഇപ്പൊ ആരും അങ്ങനെ കുറച്ചൊന്നും തരാറില്ല. അത് അവരോട് വലിയ താങ്ക്സ്. ഈ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളോട് ഞാൻ അവരോട് വിമർശിക്കുന്നില്ല. അവരോട് എനിക്ക് വലിയ തീർത്താത്ത കടപ്പാടുണ്ട്. കാരണം ഇവരിങ്ങനെ പറഞ്ഞു ഒന്നും കുറവില്ല. അതൊരു ഖൈറല്ലേ. നമ്മുടെ വിജയത്തിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എതിരാളികളോട്. കാരണം ശത്രുവുണ്ടെങ്കിലേ നമ്മൾ വിജയിക്കും. ഇവൻ എന്റെ ശത്രുവാണ്. ഞാൻ വീഴുന്നത് കാത്തിട്ടാണ് ഇവൻ നടക്കുന്നത്. എന്റെ വീഴ്ച കണ്ടിട്ടാണ് അവന് ചിരിക്കാൻ. അപ്പോ അവന്റെ മുമ്പിൽ ഞാൻ വീഴില്ല, പരമാവധി ഞാൻ പിടിച്ചു നിൽക്കുമെന്ന പോസിറ്റീവ് എനർജി എനിക്ക് തന്നത് എന്റെ ശത്രുവാണ്. അപ്പൊ അള്ളാഹുവേ എന്റെ ശത്രുക്കൾക്ക് ദീർഘായുസ് കൊടുക്കണമെന്ന് ദുആ ചെയ്തു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ശത്രുക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. എന്നാലേ നമ്മൾ വിജയിക്കൂ. ആളുകൾ പലതും പറയും, എന്നെ കുറിച്ച് എന്തൊക്കെ പറയാറുണ്ട്. എത്രയോ ആളുകൾ പറയും. ഞാനൊന്നും മറുപടി പറയാറില്ല. കാരണം എന്താ അറിയോ, ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാവണം. ചില സമയത്ത് പൊട്ടനാണ്. എന്നെ കുറിച്ചല്ല അവര് പറയണത്. അവരെന്നെ കുറിച്ചല്ല പറഞ്ഞത്. എല്ലാവരോടും ഞാൻ പറയാ, ധാരാളം ആളുകൾ പറയാനുണ്ടാവും. ഈ പൈരോക്കക്കാരെ കുറിച്ച് അപ്പുറത്ത് പറയും. എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. ചില സമയത്ത് കേട്ടാലോ, ഞാൻ ചില സമയത്ത് പച്ച പൊട്ടനാവും. പൊട്ടനായാലേ ചിലപ്പോൾ ജയിക്കാൻ പറ്റും. എല്ലാത്തിനും മറുപടി പറയാനും പാടില്ല. അങ്ങനെയുണ്ട്. ഒരു ചില്ല പോലുമില്ലാത്ത മരത്തിന്റെ മുകളിൽ കയറിയാൽ സ്വർണ്ണ കിരീടം കൊടുക്കാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്തു. വനത്തിൽ വന്യജീവികൾ മുഴുവനും കൊമ്പില്ലാത്ത മരത്തിൽ കയറാൻ തുടങ്ങി. പുള്ളിപ്പുലി, അണ്ണാൻ, ഉടുമ്പ് എല്ലാം കയറി പാതിപടിയിൽ താഴെ ഇറങ്ങി. കാരണം കയറാൻ പറ്റിയില്ല. എന്നാൽ പുലിയും അണ്ണാനും ഒക്കെ എപ്പോഴും മരത്തിൽ കയറുന്ന ജീവിയാണ് താൻ. എല്ലാരും കൂക്കി വിളിച്ചു. അവസാനം ഒരു ചെറിയ തവള ഇതിൽ കയറാൻ ശ്രമിച്ചു. തവള മരത്തിൽ പോയി കയറാൻ പോയപ്പോ ചുറ്റുഭാഗത്തു നിന്ന് മൃഗങ്ങൾ മുഴുവൻ കൂക്കി വിളിച്ച് പരിഹസിച്ചു. കൂവുന്നവരുണ്ടാവും, പരിഹസിക്കുന്നവരുണ്ടാവും. കൂക്കി വിളിച്ച് പരിഹസിച്ചപ്പോ തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല. തവള നേരെ മരത്തിന്റെ മുകളിൽ കയറി കിരീടവും കിട്ടി.
താഴെ ഇറങ്ങി വന്നിട്ട് ഈ കിരീടം കൊടുക്കാൻ നേരത്ത് രാജാവ്, ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോ ഇത് തിരുമതിയിലും ബുഖാരിയിലും ഉണ്ടോ എന്ന് ചോദിക്കരുത്, ഒരു എക്സാമ്പിൾ പറയാ. ഇറങ്ങി വന്നപ്പോ സമ്മാനം കൊടുത്ത മൃഗരാജൻ തവളയോട് ചോദിച്ചു, തവളെ, നീ മരത്തിൽ കയറാൻ നേരത്ത് വെളിയിൽ നിന്ന് ഇത്രയും ജന്തുക്കൾ കൂകി വിളിച്ച് പരിഹസിച്ചിട്ട് നീ അതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ ഇതിന്റെ മുകളിൽ കയറി? രാജാവ് ഇത് ചോദിച്ചപ്പോഴും തവള ഒന്നും മിണ്ടിയില്ല, രാജാവിന്റെ മുഖത്ത് നോക്കി നിന്നു. അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് ഈ തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു അത്ര, രാജാവേ, ആ തവളയോടൊന്നും ചോദിക്കണ്ട, അത് പൊട്ടനാ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്, അവന് ചെവി കേൾപ്പില്ല, അവന് ചെവി കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മരത്തിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് നിന്ന് കൂകി വിളിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ശബ്ദം പൊട്ടനായ തവളയുടെ ചെവിയിൽ കേൾക്കാത്തത് കൊണ്ടാണ് തവളയ്ക്ക് മുകളിൽ കയറാൻ പറ്റിയത്. അതുകൊണ്ട് ചുറ്റുഭാഗത്ത് നിന്ന് കൂക്കി വിളിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ശബ്ദം കേൾക്കാതെ ഒരു പൊട്ടനായി നിന്നാൽ നമുക്ക് മേപ്പോട്ട് കയറാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ കീഴ്പോട്ടേ വരൂ എന്ന് എന്നോടും എല്ലാവരോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ചില കാര്യങ്ങൾ കഥ മതി കാര്യം മനസ്സിലാക്കാൻ. ഷുജായി ചോദിച്ചതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പം മാത്രം പോരെ. ബുദ്ധി കൂർമ്മതയുണ്ടെങ്കിൽ അല്പം മനസ്സിലായാൽ മതി. ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാവണം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ചില സമയങ്ങളിൽ ഈമാനു മർഇല്ലാ യകൂനു തകാമുല ഹത്താ യറാനാ സൻബി ഇബ്ലി മുസില. അള്ളാഹു നമുക്ക് ഈമാൻ കാമിലാക്കി തരട്ടെ. അതുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എന്താണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മറ്റൊരാളുടെ പ്രശംസയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഞാനും അത് അറിയേണ്ടത് റബ്ബുമാണ്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ നബിദിനത്തിന്റെ ആഘോഷങ്ങളിലെ വൈകൃതങ്ങൾക്ക് കടിഞ്ഞാണ്. ആഘോഷത്തെ അല്ല വിമർശിക്കുന്നത്, ആഘോഷം മാന്യമാവണം. അത് മറ്റൊരാളുടെ മുമ്പിൽ നാം ഒരു സമുദായമാണ്, ഏറ്റവും ഉത്തമമായ സമുദായം. ഇന്നൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന വീഡിയോകൾ കണ്ടാൽ ഇത്രയും നാണം കെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ വൈകൃതങ്ങൾ ഈ സമൂഹം സംബന്ധിച്ചു പോയി നമ്മൾ ആലോചിച്ചു പോകും. നബിദിന റാലി എന്ന് പറഞ്ഞാൽ നാട്ടിലെ പൗരന്മാർ, പൗരപ്രമുഖർ, മദ്രസ വിദ്യാർത്ഥികൾ സലാത്ത് ചൊല്ലി ബുറുദ പാടി അല്ലാഹു റസൂലിനോട് ഇഷ്ക് പ്രവർത്തിച്ച് നടന്ന് ഭക്ഷണം വെച്ച് പിരിഞ്ഞ് ദുആ ചെയ്തു പോകേണ്ട മാതൃകാല പകരം ഈ കാണുന്ന ചടുലമായ സംഗീതത്തെ റോഡ് ബ്ലോക്കാക്കി സ്കൗട്ടിന്റെ ചിലർക്ക് പട്ടാളക്കാരുടെ വേഷങ്ങൾ, പാതിരാത്തിലുള്ള പട്ടാപ്പകല് പോലും ഒരു തീപ്പെട്ടിക്കൊള്ളുകൊണ്ട് അഭ്യാസം പഠിപ്പിക്കാത്തൊരു സമുദായം എന്തിനാണ് പട്ടാള വേഷം ധരിച്ചിട്ട് നബിദിന റാലിയിൽ അണിനിരക്കുന്നത്? അതിന്റെ ആവശ്യകത എന്നാണുള്ളത്? ഈ കാതടപ്പിക്കുന്ന സംഗീതങ്ങൾ, ആളുകളുടെ ഉറക്കം കെടുത്തുന്ന പരിപാടികൾ, ഇതിൽ നിന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരും അധികാരികളും മാറി നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നബിദിനം ഒരു സന്ദേശമാവണം. ഞാനൊരൊറ്റ ഹദീസ് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരേ ഒരു ഹദീസ്. 10:30 ഇൻഷാ അല്ലാഹ്, ഒരു 11:30 നമുക്ക് പിരിയാം. പോരെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 12 എന്നും പുറകിരുന്ന് പറയും, ചൂടുവെള്ളം. ഞാൻ ഉഷാനെ വിളിക്കണ തന്നെ ചന്ദ്രിക എന്നാണ്. നല്ല പദയാ. ഞാൻ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കൽ വന്നിരുന്ന് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് മേടിക്കാൻ മഹാമെടുക്കണം. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കും. കുറച്ച് ഊർജ്ജസ്വലതയുള്ള ആളുകളുള്ളപ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് പോകും. എല്ലാവരും ഊർജ്ജസ്വലരാവില്ല. കുറച്ച് പേര് മുമ്പിൽ നിന്നാൽ ബാക്കിയുള്ള ആളുകൾ മുഴുവനകത്ത് സഹകരിക്കും. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. ഏതായാലും ഓയൂര് പോലെ പയ്യക്കോട് പോലെയുള്ള ഒരു സദസ്സിൽ, പണ്ടൊക്കെ ആ വാതിലൊന്നും ഇങ്ങനെയല്ല, ഇപ്പൊ ഒരു നല്ല നിറഞ്ഞ ഒരു സദസ്സ്, അത് അവസാനം വരെ നിശബ്ദമായി നിൽക്കുന്ന ഒരു സദസ്സ്. അള്ളാഹു ഇതിനെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരൊറ്റ ഹദീസ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ പിള്ളേരെ മുമ്പിൽ നിന്ന് മാറ്റി വർത്താനം പറഞ്ഞ പിള്ളേർ ഒരു ഉമ്മാടെ ഒപ്പാടെ അടുക്കലോട്ട് പറഞ്ഞു വിടി. ഞാൻ അതില്ലെങ്കിൽ ഇവിടെ ലേലം ചെയ്ത് കൊടുക്കും. ആവശ്യമുള്ള ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ. ഒരേ ഒരു ഹദീസ് ബാക്കവി വന്ന് പ്രസംഗിച്ചിട്ട് പോയിട്ട് എന്തു പറ്റി എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചേർന്നിരിക്കേണ്ട ഒരൊറ്റ ഹദീസ്. ഇതാണും പെണ്ണും പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അഹബ്ബു ഇലയ്യ സലാസതു ഖിസാൽ.
എനിക്ക് 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാ. അള്ളാന്റെ റസൂലിന് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം 3 കാര്യങ്ങളോടാണ്. ആ 3 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. ഒന്നാമത്തേത് അതീബു, സുഗന്ധം പൂശലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത് അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം അതീബു, സുഗന്ധമാണ്. ഈ 3 കാര്യം പറയുമ്പോൾ അവിടെ വളരെ അവസാനിക്കും. ഒന്ന് സഹകരിക്കും. അതീബു, സുഗന്ധമാണ്. അള്ളാന്റെ റസൂലിന് എപ്പോഴും സുഗന്ധം ഇഷ്ടമായിരുന്നു. ഹബീബായ നബി തങ്ങൾ തന്നെ ഒരു സുഗന്ധമാണ്. റൈഹാനിനേക്കാൾ വലിയ ഏറ്റവും ഉദാത്തമായ സൽസ്വഭാവത്തിന്റെ അടയാളമായി ആ സൗരഭ്യം നിന്ന് നബി തങ്ങൾ പറയാ. അള്ളാന്റെ റസൂൽ തന്റെ വീട്ടിലോട്ട് വരുമ്പോ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ വീട് മുഴുവനും അത്തർ പൂശുമായിരുന്നു. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവ് വരുമ്പോ അള്ളാന്റെ റസൂൽ തന്റെ ഭാര്യമാരുടെ വീട്ടിൽ ഓരോ ദിവസം ചെല്ലുമ്പോ ഓരോ ദിവസവും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, ആരാ ബീവി ഉമ്മു സലമ, അള്ളാന്റെ റസൂൽ എന്ന തന്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട നബിയുടെ വയർപ്പ് കണങ്ങൾ എടുത്തിട്ട് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ റസൂൽ വീട്ടിൽ വരുമ്പോ ആയിഷ ബീവി പ്രവാചകന്റെ കിടപ്പറയിലും പ്രവാചകന്റെ റൂമിന്റെ ഭിത്തിയിലും ഒക്കെ സുഗന്ധം പൂശുമായിരുന്നു അത്രേ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെങ്ങളെ നമ്മളെ പോലെയുള്ള വീടല്ല. 8 മുഴം വീതിയുള്ള 10 മുഴം നീളമുള്ള ഈത്തപ്പന മരത്തിന്റെ മടല് ഓലച്ചാരി വെച്ച ആ ഭിത്തിയിൽ സുഗന്ധം പൂശുമായിരുന്നു മഹദിയായ ബീവി ആയിഷ. അള്ളാന്റെ റസൂലിന് തന്റെ വീടെപ്പോട് സുഗന്ധമുള്ളതാവണം, തന്റെ വീടെപ്പോട് ശുചികരമുള്ളതാവണം. അവിടെ ദുർഗന്ധം നബിതങ്ങൾ കിട്ടമല്ല. മഴക്കാലം വരുമ്പോ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ജീവനക്കാര് വരും. ഒരു വെള്ളം തടത്തിടരുത്, കൊതുകിനെ വളർത്തരുത്, വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കണേ. ആദ്യത്തെ പരിസ്ഥിതിവാദിയായി തന്റെ നാടും നഗരവും ഒരേപോലെ വൃത്തിയോടെ സൂക്ഷിക്കണമെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെപ്പോഴും സുഗന്ധമാണ്, അത്തറാണ്. എപ്പോഴും വീട്ടില് സുഗന്ധമാണ്. തന്റെ ഭർത്താവ് വരുമ്പോ പ്രവാചകന്റെ ഭാര്യമാർ ബെഡ്റൂമിൽ അത്തർ പൂശുമായിരുന്നു. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരത്തിന്റെ ഓലയാണ്. ആ ഓലയമേൽ അത്തർ പൂശും. ഇതൊക്കെ പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവ് വീട്ടിലോട്ട് വരുന്ന ദിവസം ഗൾഫിൽ നിന്ന് വരികയാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോയതാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്. ആ വരണ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ നബിതങ്ങൾ ഒരു വൃത്തി പഠിപ്പിച്ചു തരികയാണ്. ഒരു വൃത്തി, ഒരു സംസ്കാരം, ഇതിനൊക്കെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഭർത്താവ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരികയാണ്, ഗവൺമെന്റ് ജോലിക്കാരനാണ്, വെള്ളിയാഴ്ച ജോലിയും കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാവിലെ വരികയാണ്, അല്ലെ ഭർത്താവ് എവിടെയും ദൂരെ യാത്ര പോയി തിരിച്ചു വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി, ബെഡ്റൂമൊക്കെ നന്നായിട്ട് കുടഞ്ഞു വിരിച്ച് അവിടെ ഒരു അത്തറിന്റെ മണമൊക്കെ ഉണ്ടെങ്കിൽ എന്താ റാഹത്ത്. ഇത് വന്ന് വാതിൽ തുറക്കും, ആ മത്തിയുടെ കറിയും ആ നൈറ്റിമേൽ കുറെ കരിയായിട്ട് നിന്നാൽ. എപ്പോഴും നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അത്തറായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഒരു അത്തർ കയ്യിൽ സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് സുന്നത്താണ്. ചെയ്യൂലേ? ഇപ്പൊ ഇവിടെ ആരുടെയൊക്കെ കയ്യിൽ അത്തറുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കൈവക്കും? വളരെന്ന് കൈവക്കും. അത്തറിന്റെ കുപ്പി കയ്യിലുള്ളവർ. ഞാൻ മിനിങ്ങാന്ന് ഹുബ്ബ് റസൂൽ പ്രഭാഷണം മലപ്പുറം പൂക്കോട്ടൂര് സംസാരിക്കുമ്പോ ഞാൻ ഈ ഹദീത്ത് പറഞ്ഞു. അപ്പോ കൈവക്കാൻ പറഞ്ഞപ്പോ ഒരു 10-60 പേര് കൈവക്കി. അതാണ് അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. അതൊരു മലബാറിന്റെ മണ്ണാണ്, ഉമറുൽ ഖാദിയുടെ മണ്ണ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മണ്ണ്. അവിടെ ഒരു ഇസ്ലാമിക പാരമ്പര്യമുണ്ട്. നമ്മളിങ്ങ് തെക്കോട്ട് വരുമ്പോ 3 മുഴം തെക്കൻ, 4 മുഴം ഹമുക്കൻ അവര് പറയണം. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ആ സമയത്ത് ഒരു അത്തറ, ചെറിയൊരു അത്തറ കിട്ടും, അത് കയ്യിലെപ്പോഴും സൂക്ഷിക്കണം. പക്ഷെ അത് ചെയ്യൂലേ? ഇല്ലേ? പോക്കറ്റ് കാജാബീഡി തീപ്പെട്ടിയില്ലേ? അതിനെന്താ കുറവുള്ളത്? കാജാബീഡിയും തീപ്പെട്ടിയും ഈ സയ്യിദ് ബുഖാരി കാജാബീഡിയും തീപ്പെട്ടിയും വെച്ചേക്കണ മാതിരി അതിനേക്കാൾ വലിയ സുന്നത്ത്. അത് യഥാർത്ഥത്തിൽ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുകവലിയെ കുറിച്ച് നോക്കിയപ്പോ 60 ഹദീസാണ് പുകവലിയെ കുറിച്ച്. എത്ര ഹദീസ്? ആ ഹദീസൊക്കെ തന്നെ പുകവലിക്കല് ഹറാം എന്ന് പറയേണ്ടി വരും. ഈ സ്വഭാവം ഒഴിവാക്കണം. പുകവലി വലിയ മാരകമാണ്.
ഒന്ന് മാരകമായ രോഗം വലിച്ചു വരുത്തും. പുകവലി ക്യാൻസർ ഉണ്ടാക്കും. അപ്പൊ പുകവലിച്ചാൽ ഹറാമാണോ എന്ന് ചോദിച്ചാൽ വലാ തുൽഖൂ ബിഅയ്ദീകും ഇല തഹ്ലുക. ഖുർആൻ പറയുന്നു നിങ്ങൾ സ്വയം നാശത്തിലേക്ക് കടന്നു പോകരുത്. പുകവലി ക്യാൻസർ ഉണ്ടാക്കുമെങ്കിൽ ഖുർആൻ പറഞ്ഞ ആയത്ത് കൃത്യമാണ്, അതനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് ഒഴിവായി നിൽക്കണം. ഭാര്യമാർക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാകേണ്ട ഒരു സുന്നത്താണ് ഒരു അത്ര കുട്ടി മരിക്കണ വരെ ഉണ്ടാവണം. അപ്പൊ ചോദിക്കണം, വാക്കബ് ഉസ്താദ് പറഞ്ഞ അന്ന് വരെ ചെറിയത് കിട്ടും, ചെറിയ ഇത് അതൊന്ന് കയ്യിൽ വെച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് നിസ്കരിക്കാൻ കാണാനും ഒന്ന് തൂത്തിട്ട് നിസ്കരിക്കാൻ പള്ളിയിലോട്ട് പള്ളി കയറിയിട്ട് വേണ്ട ഇത് തൂക്കാൻ, നിക്കരിക്കാൻ കയറിയിട്ട് വേണ്ട ഇത് തൂക്കാൻ. പണ്ടൊരു ഉമ്മുമ്മാടെ മോൻ മരത്തിൽ നിന്ന് വീണു. പെട്ടെന്ന് ആംബുലൻസ് എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഒരു 10 മിനിറ്റ് മുമ്പേ കൊണ്ടുവന്നുകൂടായിരുന്നു. ഈ പാവം വൃദ്ധ സാർ പറഞ്ഞു, പൊന്നു സാറേ ഇതൊന്ന് വീണ് കിട്ടിയാലല്ലേ എടുത്തോണ്ട് വരാൻ പറ്റൂ എന്ന് പറഞ്ഞമാര് പള്ളിക്കകത്ത് കയറിയാൽ ഇപ്പൊ അത്തറിന്റെ കാര്യം പറയേണ്ടുള്ളൂ. എപ്പോഴും കയ്യിലൊരു അത്തർ സൂക്ഷിക്കണം. അത് സുന്നത്താണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഞാനിവിടെ കൃത്യമായ ചില കാര്യങ്ങൾ പറയാൻ. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് വൃത്തി, ശുദ്ധി. അതെപ്പോഴുണ്ടാവണം. ഖുർആനിലെ 2-ാമത്തെ സൂറത്ത് ഏതാ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നബിയോട് പറയാണ്, നബിയെ പുതപ്പ് മൂടിക്കിടക്കുന്ന നബി എഴുന്നേക്ക്, വറബ്ബക ഫകബ്ബിർ. ജനത്തിനോട് അള്ളാനെ കുറിച്ച് പറയേ. ജനങ്ങളോട് അള്ളാനെ കുറിച്ച് പറയാൻ പോകുമ്പോ വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി ഉണ്ടാവട്ടെ നബിയെ. ഖുർആനിലെ 2-ാമത്തെ സൂറത്ത് നിസ്കാരത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, വസ്ത്രത്തിന് ശുദ്ധി വേണമെന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രത്യയശാസ്ത്രമാണ് ഖുർആൻ. അള്ളാനെ കുറിച്ച് പറയാൻ പോകുമ്പോ റബ്ബക്, ആർക്ക് എന്നോട് പരിഭവവും പരാതിയും തോന്നരുത്. റബ്ബക ഫകബ്ബിർ, അള്ളാനെ കുറിച്ച് പറയേ. അള്ളാനെ കുറിച്ച് പറയാൻ പോകുമ്പോ വസിയാബക ഫതഹിർ, വസ്ത്രത്തിന് ശുദ്ധി ഉണ്ടാവണം. അല്ലാതെ അള്ളാനെ കുറിച്ച് പറയാൻ പോകുമ്പോ സാമ്പാറിന്റെ കുറെ കഷണം ജിബ്ബാടെ ഈ പോക്കറ്റിലും കുറച്ച് സ്റ്റൗവിന്റെ കരി ഇതിന്റെ ഭാഗത്തും കുറച്ച് എല്ലാം കൂടെ ഈ കോളറിന്റെ സൈഡിലും വെച്ചോണ്ടല്ല അള്ളാനെ പറയാൻ പോകേണ്ടത്. അള്ളാനെ പറയാൻ പോകുന്നവന് അവൻ അള്ളാനെ കുറിച്ച് പറയാൻ പോവാ. പല്ലും തേച്ചിട്ടില്ല, മിസ്വാക്കും ചെയ്തിട്ടില്ല, വസ്ത്രത്തിൽ നിന്ന് ദുർഗന്ധമുണ്ട്, അള്ളാനെ കുറിച്ച് പറയണ കേൾക്കാൻ അവൻ നിൽക്കൂ? ഇവന്റെ ദുർഗന്ധം കാരണം. അള്ളാനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ശുദ്ധി വേണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത, വൃത്തി വേണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിനെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ അത് മുഴുവനും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. അതുകൊണ്ടാണ് ഖുർആനിലെ സൂറത്ത് നംല്, അതിന്റെ പേര് നംലല്ല, സൂറത്ത് നഹിൽ. സമയമില്ലല്ലോ. തേനീച്ച. എന്തിനാണ് അള്ളാഹു തേനീച്ചയുടെ പേരിൽ ഒരു സൂറത്തിറക്കിയത്? എടാ മരമണ്ടം മനുഷ്യ, നീ തേനീച്ചയെ കണ്ടുപഠിക്ക്. തേനീച്ച തേൻ കൊണ്ടുവന്നാൽ ആ തേൻ കൊണ്ടുവന്ന അറയിൽ സൂക്ഷിച്ചാൽ തേൻ സൂക്ഷിച്ചിരിക്കുന്ന അറയിൽ നിന്ന് 70 അറയ്ക്കപ്പുറത്ത് മാറിപ്പോയേ തേനീച്ച വിസർജിക്കാറുള്ളൂ. കാരണം തേൻ ഔഷധമാണ്. ആ ഔഷധമുള്ള സ്ഥലത്ത് വിസർജിക്കാൻ പാടില്ല. തേൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോയേ തേനീച്ച വിസർജിക്കാറുള്ളൂ. വിസർജ്യവും ഭക്ഷണവും, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വിസർജ്യം എഴുതിയെന്ന മനുഷ്യ, നീ തേനീച്ചയുടെ പോലും വിവരമില്ലാത്തവനായി പോയല്ലോ എന്ന് ഖുർആൻ. നമ്മുടെ മാലിന്യം മറ്റൊരുത്തന്റെ വസ്തുവിലേക്ക് വലിച്ചെറിയുക, നമ്മുടെ അടുക്കളയുടെ മാലിന്യം അപ്പുറത്ത് കൊണ്ടുപോയിടുക. മനുഷ്യ, തേനീച്ചയുടെ വിവരം പോലും നിനക്കില്ലല്ലോ എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു ഖുർആൻ സൂറത്തുൻ നഹ്ൽ അവതരിപ്പിച്ചത്. അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.